ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ്? ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു താങ്കൾ യുക്തിവാദിയാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ അതെ ഞാൻ മുൻകാലങ്ങളിലൊക്കെ പ്രധാനമായും ഇത്തരം വിഷയങ്ങളൊക്കെ കേസ് കൊടുക്കുന്നത് കേരളത്തിലെ യുക്തിവാദി സംഘത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പലപ്പോഴും അവർ ബാക്കിയുള്ളവരെല്ലാവരും ഇനി എൻ്റെ മതം എന്ത് പറയും അല്ലെങ്കിൽ മറ്റു മതം എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് ഈ പൊതുജന താല്പര്യാർത്ഥം കേസ് കൊടുക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അത് ഒരുവിധ പരിധിവരെ അതിൽ വിജയിച്ചിട്ടുണ്ട്, നിയന്ത്രണം ഒക്കെ ഉണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും അത് പാലിക്കപ്പെടുന്നില്ല. പക്ഷേ കേസ് കൊടുക്കല്ല. ഇന്നത്തെ പ്രശ്നം വളരെ നല്ലൊരു വിഷയമാണ്. ഇന്നത്തെ വിഷയം കേൾക്കുമ്പോൾ ഇത് എടുക്കേണ്ട വിഷയം തന്നെ പ്രസക്തമായ വിഷയമാണ്. കാര്യം ഇതിപ്പോ നമ്മൾ ഈ കേസ് കൊടുക്കല്ല വേണ്ട, ഈ മത പുരോഹിതന്മാർ തീരുമാനിക്കണം. ഇപ്പൊ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ തീരുമാനിക്കും, ആദ്യം ഞങ്ങൾ ചെയ്ത് കാണിക്കും, അല്ലെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ചെയ്തു. ഇപ്പൊ ഞാന് കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് ഒരു 30 മീറ്റർ അടുത്ത് ഒരു മുസ്ലിം പള്ളിയാണ്. അപ്പോ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങാൻ കേൾക്കും. ഒരു തരത്തിലും രാവിലെ സുബഹി, 12 മണിക്ക് ലുഹർ, 4 മണിക്ക് അസർ, വൈകിട്ടാകുമ്പോൾ മഗ്രിബ്, രാത്രി ഇസാർ, ഈ 5 നിസ്കാരം 5 വാങ്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5-25 ഒരു അരമണിക്കൂറോളം വരുന്നുണ്ട്. ഇപ്പൊ ഒരു എനോൾസ് വാഹനം പോകുന്ന ജീപ്പ് പോകുമ്പോൾ 1/2 മിനിറ്റേ പോയി തീർന്നു. ഇത് നിങ്ങൾ ഓരോരോ മതക്കാർ, ഈ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളും നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതുമാത്രം ഈ ഇത്ര ശബ്ദം കൊണ്ട് ഇപ്പം ദൈവത്തെ ചെവി വരെ പൊട്ടിപ്പോയി. അതുമായി അനർത്ഥങ്ങൾ കാണും. ദൈവം കേൾക്കില്ല നിങ്ങൾ വിളിക്കുന്നു പറയുന്നു. ഇവിടെ അമ്മാവ് ശബ്ദമാണ്. അതുകൊണ്ട് ഈ 3 കൂട്ടക്കാരും തീരുമാനിക്കുക, ഞങ്ങളെ മതത്തിന് ഈ മൈക്ക് ഞങ്ങൾ ഉപയോഗിക്കുക. മുസ്ലിങ്ങൾ തീരുമാനിക്കുക, ഹിന്ദുക്കൾ തീരുമാനിക്കുക, ക്രിസ്ത്യാനി തീരുമാനിക്കുക. ദൈവത്തെ നിങ്ങൾ നല്ല പറഞ്ഞാൽ മതിയോ, ദൈവം കേൾക്കൂ. എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ അസൗകര്യം ഉണ്ടാക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആദ്യമായിട്ട് തീരുമാനിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിന് ഗോളടിക്കുന്ന ആൾക്കാർ. ഏറ്റവും ആദ്യം തീരുമാനിക്കുക ഒരു മതക്കാരൻ പറയുന്നത് ഇതാ, ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾ നാളെ പോലെ ശബ്ദ മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ മൈക്ക് ഒഴിവാക്കുന്ന പറഞ്ഞാൽ അവരെയാണ് ഞങ്ങൾ അംഗീകരിക്കുക. അതുകൊണ്ട് എല്ലാ ആൾക്കാരും തീരുമാനിച്ചിട്ട് കേസും കൊണ്ടാൽ മതിയാക്കുന്ന കാര്യമില്ല. എല്ലാവർക്കും നല്ല വരട്ടെ. ശരി, ഓക്കെ. എല്ലാവരും തീരുമാനിക്കേണ്ടത് ഈ ഇതൊക്കെ നടത്തുന്ന അമ്പലമായാലും പള്ളിയായാലും ഇനി മറ്റ് ക്ലബ്ബായാലും എവിടെയായാലും ആ നടത്തുന്ന സംഘാടകർ ആണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഒരു പരിധിക്കപ്പുറം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത്. അത് ആ ഒരു ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്ന വിഷയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉത്സവമായാലും മറ്റ് പല പരിപാടികളായാലും ഒക്കെ റോഡ് അടച്ച്, എന്തിന് ഹൈവേ അടക്കം അടച്ചുകൊണ്ട് പല പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉത്സവങ്ങളുടെ ഭാഗമായി മണിക്കൂറുകളോളം ആളുകൾക്ക് കിടക്കേണ്ടി വരാറുണ്ട് റോഡുകളിൽ. അങ്ങനെയൊക്കെ കിടക്കേണ്ടി വരുമ്പോൾ ഈ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഭീകരമാണെന്ന് ആലോചിക്കുന്നത്. നാട്ടുകാർക്ക് ചിലപ്പോൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് അവർ അവധിയായിരിക്കും, അവരതിൽ സന്തോഷിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷേ യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ പ്രയാസം അത് അത്രത്തോളം വലുതാണ്. അത് തിരിച്ചറിയേണ്ടത് തന്നെയാണ്, പരിഹരിക്കേണ്ടത് തന്നെയാണ്. ശ്രീ ഷാജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം കിരണ, ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നന്നായി ഈ ചർച്ച വെച്ചത്. അപ്പൊ ഞാൻ ആ കൊല്ലത്തുനിന്ന് ഒരു വിളിച്ച ആള് പറഞ്ഞ ആ അഭിപ്രായങ്ങളിൽ കുറെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരുപാട് രോഗമായിട്ടും ആൾക്കാര് അവസ്ഥയില് ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദം കുറയ്ക്കുക, ഈ ഇതിലെ ഒന്നും വേണ്ട. ഇതിലിപ്പോ ഈ ഒരേ ഉന്തുവണ്ടിയിൽ പോലും ഒരേ ആക്രി സാധനങ്ങൾ വിൽക്കണ വണ്ടികളിൽ പോലും നല്ല ശബ്ദത്തിലാണ് ഈ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഡിസ്റ്റർബൻസ്. നമുക്ക് വീട്ടിലൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. ഇവരുടെ ഈ വണ്ടി വന്നാ മുട്ട വിൽക്കണ വണ്ടി, പച്ചക്കറി വിൽക്കണ വണ്ടിയൊക്കെ വലിയ ഓളയത്തില് പറഞ്ഞിട്ടാ റോട്ടിൽ കൂടെ പോണേ. പിന്നെ ഇത് മാത്രല്ല, ഈ ഉച്ചഭാഷിണിയുടെ കാര്യം മാത്രം പോരാ, ഈ കുഴിമിന്നല് പോലത്തെ സാധനങ്ങൾ ഇപ്പൊ വിഷു ആയാലും പെരുന്നാളായാലും ഒക്കെ വീടുകളുടെ ഇടയിൽ ഇത്രയും ശബ്ദ ഉള്ള വസ്തുക്കൾ പൊട്ടിക്കുന്നതില് വലിയ അസ്വസ്ഥതയുണ്ട്. അത് നിർത്തിച്ചേ പറ്റൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമാകുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയം എടുത്തപ്പോൾ കുറച്ച് ആളുകളെങ്കിലും അതല്ല, ഇത് വേണം, ഇതിന് അനുകൂലമായ തരത്തിലേക്ക് പ്രതികരിക്കുമെന്നാണ് ഞാൻ ഒരു കരുതിയത്. പക്ഷേ അതിനൊക്കെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ പങ്കെടുത്ത ഏകദേശം എല്ലാവരും, ഒരാളൊഴികെ അല്ലെങ്കിൽ എല്ലാവരും ഇത്തരം ശബ്ദ മലിനീകരണത്തിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. പലരും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ആളുകളാണ്. എല്ലാവരും ഇത്തരം ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തി എന്നതിൽ, അല്ലെങ്കിൽ അതിൽ അഭിനന്ദിച്ചു എന്നതിലൊക്കെ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ സാധാരണ എടുക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ ഒരു പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയം, ഇതിൽ രാഷ്ട്രീയമോ മതമോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മതമോ രാഷ്ട്രീയമോ സംഘടനയോ അങ്ങനെ ഒന്നും
ഒന്നുമില്ല. ആരായാലും ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണോ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാകുന്ന ആളുകൾ അല്ലെങ്കിൽ നിയമം പാലിക്കാൻ ചുമതലപ്പെട്ടവർ അത് എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം, അതിന് രാഷ്ട്രീയമായിക്കോട്ടെ മതമായിക്കോട്ടെ സംഘടന ആയിക്കോട്ടെ ഇതൊന്നും നോക്കാതെ അത് പാലിക്കുമെന്ന് ഉറപ്പാക്കാൻ ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിനും പോലീസിനുമൊക്കെ ബാധ്യതയുണ്ട്. അതിന് അവരും തയ്യാറാവണം. കാരണം കുറേ ആളുകൾ ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും, പക്ഷേ അതിന് മറുഭാഗത്ത് കുറച്ച് ആളുകളാണെങ്കിൽ പോലും അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രായമായ ആളുകൾ, കിടപ്പ് രോഗികൾ, പഠിക്കേണ്ട വിദ്യാർത്ഥികൾ, അങ്ങനെ നിരവധി പേർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടി തിരിച്ചറിഞ്ഞ് അത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പൊതുവേദിക്കും പറയാനുള്ളത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.